ചേനപ്പൂവിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഇഷ്ടംപോലെ കമന്റ് വന്നിരുന്നു ഇതെങ്ങനെ കറി വെക്കാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ കറി വെക്കുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ തൊലിയൊക്കെ എടുത്തപ്പോൾ നല്ല അടിപൊളിയാണ്. കുറച്ചുമ്മ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാ ബാക്കിയമ്മ വേഗം അരിഞ്ഞ്. ഫസ്റ്റ് നമ്മളെ പരിപാടി ഇത് അരിഞ്ഞിടില്ല കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയാണ് ഇതിന്റെ ഉൾഭാഗം കാണാന്. നമ്മളെപ്പോഴും ഇതിനെ പുറംതൊലി ആയിട്ടാണ് അങ്ങനെ കാണിക്കല്. തൊലി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിടുക. എല്ലാം മിക്സ് ചെയ്താട്ടോ അരിയ. തൊലിയുണ്ട്, അതിന്റെ മുകളിൽ വേറൊരു കോട്ടിങ്, അങ്ങനെ ഓരോരോ കോട്ടിങ് ആയിട്ട് അതുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞിടുക. ഇതിന്റെ പുറംതൊലി ഇതാട്ടോ. പിന്നെ ഉള്ളിൽ നമുക്ക് നല്ല നാര് പോലെ ആയിട്ട് പൂ പോലെ തന്നെ ഉണ്ടല്ലേ കാണാന്. നമ്മുടെ ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും ഇങ്ങനെ കാണുമ്പോ. അപ്പൊ അതും കൂടെ കൂട്ടി അരിയാണ്ട് നമ്മൾ അരിഞ്ഞിട്ടതൊക്കെ കഴുകി നല്ലൊരു മൺചട്ടിയിലായിട്ട് നമ്മൾ വെക്കുന്നത്. അതിലേക്ക് വാരിയിടുകയാണ്. ഒക്കെ ഇതുപോലെ അങ്ങോട്ട് എത്തിക്കിടാം. അപ്പൊ അത് കഴുകിയപ്പോ ഒന്നും കൂടെ ഒരു കളർ വന്നോ, അടിപൊളിയായിട്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇതുപോലെ ചീന്തിയിടുക. നമ്മളിതാ ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊരു തക്കാളിയാണ്, അതും കൂടെ ഇതിലേക്ക് അരിഞ്ഞിടും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ പാകമൊക്കെ ഉമ്മാക്കി അറിയുള്ളൂ, അതിനനുസരിച്ച് നമ്മൾ ഇടുക. മല്ലിപ്പൊടി ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി നമ്മൾ നല്ലൊന്ന് വേവിച്ചെടുക്കും. അപ്പൊ ചേനപ്പൂ ഒന്ന് മൂടി വെക്കാം, നല്ലൊന്ന് വേവട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ചേനപ്പൂ വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അവസാനം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ വറവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചേനപ്പൂവിന്റെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൂണും കടച്ചക്കൊക്കെയാണ് ഇതുപോലെ തേങ്ങ വറുത്തരച്ച് കറി വെക്കല്. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചേനപ്പൂവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.